എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ചെടിയൊക്കെ നടാൻ പോവുകയാണേ. ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയില്ല, അത് 3-4 കട്ട് ചെയ്ത് കിഴിച്ചൊക്കെ വെച്ചിട്ട് 2-3 ദിവസം ആയായിരുന്നേ. അതിലെന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ നടണമെന്ന് വെച്ച്. ഈ മണ്ണിനകത്ത് ഇനി പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ ഈ കരിയിലയൊക്കെ ഇടുന്നത് കൊണ്ട് നല്ല വളമുള്ള. അത് ഇതുപോലെ 3-4 കുപ്പിയുടെ ചോടുവശം കണ്ടിച്ചെടുത്താണ്. എന്നിട്ട് ഇതിൻ്റെ അടി ചെറിയ കിഴുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്, കമ്പി പഴിപ്പിച്ച്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് 2-3 കല്ലൊക്കെ ഇട്ടിട്ട് ഈ മണ്ണ് നിറച്ച് കൊടുത്ത് എടുത്താൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും അച്ചു ഉടനെ പുറകെ ഓടി വരും കേട്ടോ. ചെറിയ ചെറിയ പാത്രങ്ങളായതുകൊണ്ട് കുറച്ച് മണ്ണും മതി. ഇതിൻ്റെ അകത്ത് വലിയ ചെടിയൊന്നും വെക്കാനും പറ്റത്തില്ല. ചെറിയ 10 മണിച്ചെടി പോലെ ചെറിയ കുറ്റിച്ചെടികളെ വെക്കാനും പറ്റത്തുള്ളേ. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു, 3-4 പാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നിറച്ചെടുത്തേ. അപ്പോൾ അതേ മണ്ണെല്ലാം നിറച്ച് വെച്ചിട്ട് ഇനി ഇതിൻ്റെ അകത്ത് നടാനുള്ള ചെടി പറിച്ചുകൊണ്ട് വരട്ടെ. ആ വെള്ളച്ചട്ടിയില്ലേ ചെറുത്, അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ഈ പുല്ല് ചെടിയില്ലേ, അതിൻ്റെ പച്ചയല്ലാത്ത റെഡ് കളറിലുള്ള ആ ചെടിയാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാനെടുത്ത് മുകളിലോട്ട് ആദ്യം മാറ്റി വെച്ച്. പിന്നെ നമ്മൾ നിറച്ച ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ബോർഡർ ഗ്രാസ് അതാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് പിടിച്ചോളും. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലാവുമ്പോൾ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ് തൊപ്പി വെച്ച പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് വളർന്നു കഴിയുമ്പോൾ കാണാൻ. അപ്പോൾ അതേ അച്ചു ഞാനും കൂടി ഇതിൻ്റെ അകത്ത് നിറച്ചു ഈ പച്ച പുല്ലുചെടി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് ഇത് കാണാൻ, ഇങ്ങനെ ചെറിയ പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതേ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇപ്പം ചെടിയെല്ലാം നട്ട് കഴിഞ്ഞ് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് ചൂട് പിടിക്കുന്നവരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് അച്ചുവിൻ്റെ പണിയാണ് കേട്ടോ. രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ റോസയിലൊക്കെ മിക്ക ദിവസവും പൂവുണ്ട് കേട്ടോ.
കാണുന്ന ചെടി കണ്ടോ, ഇതിന് ഒത്തിരി വെള്ളം വേണ്ടതാണ്. വെള്ളം അതിൽ ഇച്ചിരി കുറഞ്ഞു പോയാൽ അതെല്ലാം അങ്ങ് ഇല വാടി നിൽക്കും. ഈ ഇരിക്കുന്ന 2 ചെടിച്ചട്ടിയിലെ ചെടി മൊത്തം കരിഞ്ഞു പോയേ. അത് അപ്പുറത്തെ സൈഡിൽ തൂക്കിയിട്ടിരിക്കുന്ന, അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ എനിക്ക് എത്തത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും വെള്ളം ഒഴിക്കത്തില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് 2-3 ദിവസം കൊണ്ട് തന്നെ പൊട്ടിക്കിളുക്കാൻ തുടങ്ങും. വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് അതുകൊണ്ട് അത് അഴിച്ചിവിടെ കൊണ്ടുവച്ചേ. ഇനി ഈ ചെടി ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു പോയി കേട്ടോ. അപ്പടി നീളം വെച്ച് അതിൻ്റെ തണ്ടിനെല്ലാം. നേരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അത്ര രസം തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പം നന്നായിട്ട് അങ്ങ് വളർന്ന് വെള്ളയും പച്ചയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ചെടിയൊക്കെ നടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ വെയിലും തണലും ഒക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നട്ടതല്ല ഈ സൈഡിലോട്ട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ ഇത് തട്ടി മറിഞ്ഞു പോയാൽ ഇപ്പം നട്ടതല്ലേ ഉള്ളൂ, ചൂടൊന്നും പിടിച്ചില്ലല്ലോ. ഇപ്പോൾ ചെടിനടിയിലെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ദേ നല്ല നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഇതുണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരി കുതിർത്തായിരുന്നു. അതിൻ്റെ അകത്തോട്ട് ശർക്കരയും ഏലക്കായും ഒരു ചെറിയ ഗ്ലാസ് ചോറും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് സോഡാപ്പൊടിയല്ല ബേക്കിംഗ് പൗഡർ ഇട്ട് കുറച്ച് നേരം വെച്ചായിരുന്നു. എന്നിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മാവിനകത്തോട്ട് 1 നുള്ള് ഉപ്പും കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.